അയ്യപ്പൻ മഹിഷിയെ വധിച്ച കഥ ദൈവീക ചരിത്രത്തിന്റെ പ്രധാന ഭാഗമാണ്. അത് ധർമ്മത്തെ സംരക്ഷിക്കുകയും ദുഷ്ടശക്തികളെ തോൽപ്പിക്കാനുള്ള അയ്യപ്പന്റെ ദൈവീക ദൗത്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ ഐതിഹ്യത്തെക്കുറിച്ച് അറിഞ്ഞാലോ? മഹിഷി ഒരു ശക്തിയുള്ള അസുര സ്ത്രീയായിരുന്നു. മഹിഷിയുടെ സഹോദരൻ മഹിഷാസുരൻ ദുർഗാദേവിയാൽ വധിക്കപ്പെട്ടു. സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ മഹിഷി എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. മഹിഷിക്ക് ബ്രഹ്മാവിൽ നിന്നൊരു വരം ലഭിച്ചിരുന്നു. ആ വരം പ്രകാരം അവളെ പരാജയപ്പെടുത്താൻ ദൈവങ്ങൾക്കും മനുഷ്യർക്കും സാധിക്കില്ല. ഈ ശക്തി ഉപയോഗിച്ച് മഹിഷി 3 ലോകത്തെയും കീഴടക്കി. ദേവതകൾ ഉൾപ്പെടെ ആരും അവളെ തോൽപ്പിക്കാനോ തടയാനോ കഴിയാത്ത വിധം അവൾ ഭീകരത പടർത്തി. മഹിഷിയുടെ ശാപത്തെയും ഭീകരതയും അവസാനിപ്പിക്കാൻ ദേവന്മാർ ഒരുമിച്ചു. മഹാവിഷ്ണു തൻ്റെ മോഹിനി രൂപത്തിൽ അവതാരമെടുത്തു. ശിവനും മോഹിനിയും കൂടിച്ചേരുകയും അവരിൽ നിന്ന് അയ്യപ്പൻ ജനിക്കുകയും ചെയ്തു. ശിവന്റെ തപസ്വീ സ്വഭാവവും വിഷ്ണുവിൻ്റെ സൗമ്യതയും ഒരുമിച്ചാണ് അയ്യപ്പൻ്റെ ദൈവീക സ്വഭാവം രൂപപ്പെടുന്നത്. അയ്യപ്പൻ മഹിഷിയെ സംഹരിക്കാൻ വേണ്ട എല്ലാ ശക്തികളോടും കഴിവുകളോടും ജനിച്ചു. അയ്യപ്പൻ വളർന്നതോടെ മഹിഷിയെ സംഹരിക്കാനുള്ള ദൗത്യം വ്യക്തമായി. ധാർമ്മികത സംരക്ഷിക്കുന്നതിനും ദുഷ്ടശക്തികളെ നേരിടുന്നതിനുമുള്ള അത്യന്താപേക്ഷിതമായ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. മഹിഷി അയ്യപ്പൻ്റെ ദൈവീക ദൗത്യം മനസ്സിലാക്കി. അയ്യപ്പൻ പിറന്നപ്പോൾ തന്നെ പോരാട്ടത്തിന് തയ്യാറായി. തൻ്റെ അസുരസേനയെ വിളിച്ചുകൂട്ടി. മഹിഷി ഉഗ്രമായ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തു. പക്ഷേ അയ്യപ്പൻ്റെ ധൈര്യവും ദൈവീക ശക്തിയും മഹിഷിയെ തോൽപ്പിക്കാൻ മതിയായിരുന്നു. മഹിഷി തൻ്റെ കരടി രൂപത്തിൽ പോരാടുമ്പോഴും അയ്യപ്പൻ തൻ്റെ ശക്തിയിലും കൗശലത്തിലും ഉറച്ചു നിന്നു. പോർ നിയന്ത്രിക്കാനാവാതെ മഹിഷിയെ അയ്യപ്പൻ എതിരിടുകയും അവളെ സംഹരിക്കുകയും ചെയ്തു. ഇതോടെ മഹിഷിയുടെ ഭീകരത അവസാനിച്ചു. ലോകത്ത് സമാധാനം പുനഃസ്ഥാപിച്ചു. മഹിഷി സംഹാരത്തിന് ശേഷം അയ്യപ്പൻ ധർമ്മരക്ഷകനായി ജനങ്ങളിൽ ആരാധന നേടി. ശബരിമലക്കാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. അയ്യപ്പൻ്റെ ഈ ദൗത്യത്തെ അനുസ്മരിച്ച് ശബരിമലയിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം അയ്യപ്പൻ്റെ തപസ്യയോടും ധൈര്യത്തോടും സാദൃശ്യമുള്ള ഒരു വിശുദ്ധ യാത്രയായി മാറി. ശരണമയ്യപ്പ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.